യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് ഡിഐജി ഉത്തരമേഖല ഐജിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണം എന്ന നിലപാടിലാണ് പരാതിക്കാരനും പ്രതിപക്ഷവും. പിരിച്ചുവിടാമെന്ന നിയമോപദേശം ആഭ്യന്തര വകുപ്പിന് കിട്ടിയിട്ടുണ്ട് എന്നിരിക്കെ കടുത്ത നടപടിക്കാണ് സർക്കാരും ആലോചിക്കുന്നത്. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ശ്രീ വി എസ് സുജിത്ത് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഒപ്പം ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ് വക്താവ്, ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ BJP മുഖ്യ വക്താവ്, അഡ്വക്കേറ്റ് PA പൗരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നിവരാണ് ചേർന്നത്. ആദ്യം ശ്രീ പ്രേംകുമാർ, അതിഭീകരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 2.5 കൊല്ലം മുമ്പ് നടന്നത് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴാണ് എത്രമാത്രം വലിയ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യമാവുന്നത്. പോലീസ് ഇത് നേരത്തെ കണ്ടതാണ്, പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഒരു DIG ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷം അച്ചടക്ക നടപടി തീരുമാനിക്കുകയും ആ അച്ചടക്ക നടപടി നടപ്പാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ ദൃശ്യം പൊതുസമൂഹത്തിലേക്ക് വന്ന് വലിയ അവമതിപ്പുണ്ടാക്കിയപ്പോൾ വേറെ വഴിയില്ലാതെ നടപടി എടുത്തിട്ടുണ്ട്, സസ്പെൻഷൻ. ആ സസ്പെൻഷൻ മതിയാകുമോ ഈ വിഷയത്തിൽ? അല്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിലാഷ്. എന്താണെന്ന് വെച്ചാൽ ഈ 3ാം മുറ പ്രയോഗം എന്നുള്ള കാര്യത്തെ നമ്മുടെ സിവിൽ സൊസൈറ്റി, പൊതുപ്രവർത്തകർ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും പോലീസ് ഫോഴ്സിനുള്ളിൽ, അതായത് ഓൾ ഇന്ത്യ ലെവൽ പോലീസ് ഫോഴ്സിനുള്ളിൽ ഇതിപ്പോഴും വലിയൊരു നടപ്പ് തന്നെയാണെന്നുള്ളതാണ് സത്യം. സ്റ്റാറ്റസ് ഓഫ് പോലീസിംഗ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 2025 റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 20% ടോപ്പ് ഓഫീസേഴ്സും കഠിനമായ 3ാം മുറ വേണമെന്ന് വിശ്വസിക്കുന്നവരാണ്. 35% ടോപ്പ് ഓഫീസേഴ്സും 3ാം മുറ വേണ്ടത് തന്നെയാണെന്ന് വിചാരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 55% പോലീസ് ഓഫീസേഴ്സ് ഇപ്പോഴും വിചാരിക്കുന്നതും പറയുന്നതും പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ 3ാം മുറ ഭേദ്യം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് മൊത്തത്തിൽ പോലീസ് ഫോഴ്സിന്റെ, മൊത്തത്തിൽ ഓൾ ഇന്ത്യ ലെവൽ പോലീസ് ഫോഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിനേക്കാൾ ഭീകരമാണ് ഇന്ത്യയിലെ പോലീസ് നടത്തുന്ന ഏറ്റവും ക്രൂരമായ പീഡനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എൻകൗണ്ടർ കില്ലിങ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. എൻകൗണ്ടർ കില്ലിങ്സ്, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ 2016 മുതൽ 22 വരെയുള്ള 6 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ 813 എൻകൗണ്ടർ കില്ലിങ്സ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ 2.5 ദിവസവും ഒരാളെങ്കിലും പോലീസ് എൻകൗണ്ടർ കില്ലിങ്ങിലൂടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വിചിത്രവും ഭീകരവുമായ കാര്യം എന്താ വെച്ചാൽ, എൻകൗണ്ടർ കില്ലിങ്സ് ആണ് വേണ്ടത്, ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന, ആഘോഷിക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളുടെ നാടാണ് നമ്മൾ. അല്ല, ഇവിടെ ഇപ്പോ ആ പൊതുബോധത്തിന്റെയോ പോലീസിന്റെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന വികാരത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഇവിടെ ഇയാൾ കുറ്റവാളിയല്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് അസഭ്യ പ്രവാഹം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു പൗരൻ മാത്രമാണ്. അയാളെ കള്ളക്കേസ് ചുമത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ വെച്ച് CCTVയുടെ മുമ്പിൽ വെച്ചും അല്ലാതെയും ഭേദ്യം ചെയ്യുന്നു. അതിനുശേഷം അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. ആ കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ പിന്നീട് ഇയാൾ നിയമ നടപടിക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇയാളെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു. 20 ലക്ഷം വാഗ്ദാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അട്ടിമുട്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഒരു സാധാരണ പൗരനെ, കുറ്റവാളി എന്ന 100% സംശയത്തിന്റെ പോലും ഇടയില്ലാത്ത ഒരാളെ കൊണ്ടുപോയി തല്ലിയതാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പോലീസിനെ ഇയാൾ ചോദ്യം ചെയ്തു. നീ ആരാടാ എന്ന് ചോദിച്ച് മർദ്ദനം നടത്തുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാമല്ലോ. അല്ല, ഈ ലോക്കപ്പ് മർദ്ദനത്തിന്റെ സുജിത്തിന് അവിടെ നിന്നുണ്ടായിട്ടുള്ള ഭീകരമായ അനുഭവത്തിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തതയില്ല. മാത്രമല്ല അതിന്റെ മെറിറ്റിനെ പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ശരിയുമല്ല. യൂണിഫോം ഇട്ട പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്ന് സുജിത്തിന് നേരെ ചെയ്തിട്ടുള്ളത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് അവർക്ക് ഒരുപക്ഷെ കൊടുക്കാവുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അതായത് ഇത്രയും പബ്ലിക് നോട്ടീസിലേക്ക് വന്നിട്ടില്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിലേക്ക് വരാത്ത, പോലീസ് ഓഫീസേഴ്സിന്റെ ശ്രദ്ധയിൽ മാത്രം വന്നിട്ടുള്ള ഇവരുടെ ഒരു പൊതു പരിപാടികൾ ഉണ്ടല്ലോ. ഒരു താക്കീത് കൊടുക്കും, അല്ലെങ്കിൽ സസ്പെൻഷൻ ചെയ്യും, പിന്നെ ഇൻക്രിമെന്റ് ബാർ ചെയ്യുക എന്നുള്ള, അതിനുശേഷമാണ് ഡിസ്മിസൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൽ 3ാമത്തെ സ്റ്റേജിലുള്ള ശിക്ഷയാണ് ഈ 4 പേർക്കും അന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്തു തൽക്കാലത്തേക്ക്, അതൊരു ശിക്ഷയല്ല. അതിനുശേഷം ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ശിക്ഷയിൽ ഒതുക്കി. പക്ഷെ ആ സമയം വരെ ഈ കാര്യങ്ങൾ പോലീസ് ഫോഴ്സിനുള്ളിൽ നിന്നിട്ടാണ്. ഇപ്പോഴ് വിവരാവകാശ കമ്മീഷന്റെ പ്രത്യേക ഇടപെടൽ മൂലം, അവരുടെ അനുമതി മൂലം ഈ ഡോക്യുമെന്റ് ഇപ്പോഴാണ് പബ്ലിക് സ്പിയറിൽ എത്തുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഘട്ടത്തിൽ ഇവരെ എന്താ പറയാ, അതിർ കവിഞ്ഞ് സംരക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വേണ്ട രീതിയിലുള്ള ശിക്ഷാ നടപടികൾ അവർക്ക് കൊടുത്തിട്ടില്ല. അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ പറയുന്ന പോലെ
എന്താ പറയുക അവരെ പിരിച്ചുവിടാനുള്ള നിയമോപദേശം കൊടുത്തു എന്ന് മാതൃഭൂമി അടക്കമുള്ള ആളുകൾ വാർത്ത കൊടുക്കുന്നു. പക്ഷേ ഒരു കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോസസ്സിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവേണ്ടത്. മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു യൂണിഫോംഡ് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും ഒരു സർക്കാർ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നും സാധാരണക്കാർക്കെതിരെ പൗരന്മാർക്കെതിരെ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലൊരു മോഡൽ സെറ്റ് ചെയ്യുന്ന നിലപാടുകളാണ് ഉണ്ടാവേണ്ടത്. ഇത് റിവീൽ ചെയ്യപ്പെട്ടതിന് ശേഷം മാതൃഭൂമി ന്യൂസിലാണ് ഇത് ആദ്യം വന്നത്, നിങ്ങൾ തന്നെ പറയുന്നു. അത് വന്നതിന് ശേഷം പോലീസ് അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നിലപാടുകളാണ് വരുന്നത്. അത് അതിന്റെ കംപ്ലീഷനിലേക്ക് പോവേണ്ടതുണ്ട്. അത് കാണാൻ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഒരു സ്വകാര്യ അന്യായത്തിന്മേൽ ക്രിമിനൽ വിചാരണ നടപടിക്രമങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ആ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവർക്കെതിരെ വകുപ്പ് തല നടപടി നേരത്തെ എടുത്തതാണ്. ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടി എടുത്തു. 2 ഇൻക്രിമെന്റ് ബാർ ചെയ്തു. ഇതായിരുന്നു വകുപ്പ് തല നടപടി. പക്ഷേ ഇന്നലെ DGP രവത ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ആ നടപടി കുറഞ്ഞുപോയി, അത് പുനഃപരിശോധിക്കുമെന്നാണ്. പോലീസ് നിയമം അനുസരിച്ച് ഈ ശിക്ഷാ നടപടി പുനഃപരിശോധിക്കാനുള്ള റിവിഷനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ നടപടി എന്ന് പറയുന്നത്, അതായത് പോലീസിന് ആഭ്യന്തരമായി എടുക്കാൻ കഴിയുന്ന നടപടി എന്നുള്ളത് ടെർമിനേഷൻ വരെ എത്താം, അങ്ങനെ ആവാം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് സംബന്ധിയായ നിയമോപദേശം പോലീസിന് DGPക്ക് കിട്ടിയിട്ടുമുണ്ട്. അതനുസരിച്ച് ഇത് ടെർമിനേഷനിലേക്ക് തന്നെ, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഞങ്ങൾ അങ്ങനെ ടെർമിനേഷനിലേക്കാണ് പോകുന്നതെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കാറായിട്ടില്ല. കാരണം ഈ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് സർവീസിൽ തുടർന്നുകൊണ്ട് സുജിത്തിൻ്റെ അടക്കം നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റി നാണമില്ലാതെ ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അതുകൊണ്ട് ടെർമിനേഷനിലേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ പങ്കുവയ്ക്കാൻ പറ്റില്ല. അത് സംഭവിച്ച് കാണട്ടെ. ഇവിടെ പ്രേംകുമാർ അല്പം മുമ്പ് സംസാരിച്ച അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ 4 പേരല്ല, സുജിത്ത് പറയുന്നു 5 പേരാണെന്ന്. ഈ 5 നരാധമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതിര് കവിഞ്ഞ സംരക്ഷണം കൊടുത്തതായിട്ട് പ്രേംകുമാറിന് തോന്നുന്നില്ല അത്രേ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ നിങ്ങളൊരു കോൺഗ്രസ് പ്രതിനിധി എന്നുള്ളതിനേക്കാൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ കാണുക. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിലെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നിട്ട് അവർ 2 വർഷക്കാലം കേരളത്തിലെ പോലീസ് യൂണിഫോം അണിഞ്ഞുകൊണ്ട് സർക്കാർ ശമ്പളം പറ്റി സുജിത്തിന്റെ അടക്കം നികുതി പണത്തിൽ നിന്ന് നാണവും ഉളുപ്പുമില്ലാതെ ശമ്പളം പറ്റി ജീവിക്കാൻ സൗകര്യം കിട്ടിയിട്ട് അതിര് കഴിഞ്ഞ സംരക്ഷണം കിട്ടിയില്ല എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? ഇവരെ അന്ന് പുറത്താക്കണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട് പരിശോധിച്ചു, അവർക്ക് ട്രാൻസ്ഫർ കൊടുത്തു, ഇൻക്രിമെന്റ് തടഞ്ഞു എന്ന് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ആ നടപടികൾ സ്വീകരിച്ചത്? ഈ ദൃശ്യങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ 5 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല, ഈ 5 ഉദ്യോഗസ്ഥരെയും 2 വർഷക്കാലം ഈ സർവീസിൽ തുടരാൻ സൗകര്യം ചെയ്തു കൊടുത്ത, അന്ന് ഒത്താശ ചെയ്തു കൊടുത്തവരും ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയണം. കാരണം ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് അക്രമം നേരിടുന്നു എന്നുള്ളത് മാത്രമല്ലെന്നേ, ഇന്നിപ്പോ കണ്ണനല്ലൂരിലെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിക്ക് അക്രമം നേരിട്ടു എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുമ്പോൾ CPM-ന്റെ പ്രവർത്തകർ പാർട്ടി തീരുമാനം മറ്റൊന്നാണെന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ മുമ്പിൽ ഷട്ടർ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും മനുഷ്യാവകാശങ്ങൾ ഉറപ്പ് നൽകാൻ പറ്റാത്ത ഒരു സേനയായിട്ട് ഇത് അധപ്പതിച്ചിരിക്കുക. 2016 മുതൽ 25 വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഏകദേശം 800-ലധികം അക്രമ സംഭവങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നായിട്ട് നടന്നു എന്നുള്ള പരാതികളുണ്ട്. അതായത് 10,000-ഓളം പോലീസുകാർ ആക്ഷേപത്തിന് വിധേയമാക്കി നിൽക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞാനിവിടെ ഒരു കാര്യം കൂടി അഭിലാഷ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ ഓരോ ചർച്ച കഴിയുമ്പോഴും ആ വിഷയം വിട്ടുകളയും. ഇപ്പൊ സുജിത്തിനെ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ വിട്ടുകളയും. അതുപോലെ തന്നെയാണ് നമ്മൾ വിട്ടുകളഞ്ഞത് 2017 വരാപ്പുഴയിൽ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ 29 വയസ്സുകാരനെ വീട്ടിൽ നിന്ന് ആളുമാറി പിടിച്ചുകൊണ്ടുപോയി ആലുവയിലെ റൂറൽ SP AV ജോർജിന്റെ നേതൃത്വത്തിലുള്ള ടൈഗർ ഫോഴ്സ് ഇടിച്ച് വാരിയല്ലൊടിച്ച് കൊന്നുകളഞ്ഞു. അതിലെ കുറ്റക്കാർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? ഒരു ട്രാൻസ്ഫർ നടത്തി, ചിലർക്കെതിരെ സസ്പെൻഷൻ കൊടുത്തു. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് സർവീസിൽ വന്നപ്പോൾ ആ സസ്പെൻഷൻ കാലാവധിയിൽ പിടിച്ചു വെച്ച ആ ശമ്പളം പോലും ഒന്നിച്ച് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിച്ചു. ശ്രീജിത്തിനെ തിരിച്ചു നൽകാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞോ? അതുപോലെ തന്നെയാണ് 2019 49 വയസ്സുള്ള രാജ്കുമാറിനെ നെടുങ്കണ്ടത്ത് ഉരുട്ടി ഇടിച്ചു കൊന്നത്. അതുപോലെ തന്നെയാണ് കൊല്ലത്ത് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ മനുഷ്യനെ 39-കാരനെ ഇടിച്ചു കൊന്നത്.
കാളിമുത്തു എന്ന് പറയുന്ന 48-കാരനെ തലശ്ശേരിയിൽ ഇടിച്ചു കൊന്നത്. അതുപോലെ തന്നെയാണ് അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന 49-കാരനെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു കൊന്നത്. നവാസ് എന്ന് പറഞ്ഞ 27-കാരനെ മണർകാട് പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു കൊന്നത്. വിനായകൻ എന്ന് പറഞ്ഞ 19-കാരനെ ഇടിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് 19-കാരനായിട്ടുള്ള വിനായകൻ തൃശ്ശൂർ മരണപ്പെട്ട നിലയിലാണ്. അതുപോലെ രഞ്ജിത്ത് കുമാർ എന്ന് പറയുന്ന 35 വയസ്സുകാരനെ മലപ്പുറത്ത് ഇതുപോലെ കൊന്നു കളഞ്ഞു. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് ഏകദേശം 10-50ഓളം ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ, യുവാക്കന്മാർ കേരളത്തിലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മരണപ്പെട്ട നിലയിൽ കണ്ടിട്ടുണ്ട്. അവർക്കെതിരെ, ആ കാര്യത്തിലൊക്കെ ഉത്തരവാദികളായിട്ടുള്ള പോലീസുകാർക്കെതിരെ എന്ത് നടപടികളെടുത്ത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഒരു ജാഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലയിൽ അടിച്ചു കൊല്ലാൻ നോക്കുന്നത്, അങ്ങനെ കൊല്ലാൻ നോക്കുന്നതിനെ പോലും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇളിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത ഒരു ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതുമല്ല ഇതിന്റെ അപ്പുറം നടക്കും. എന്നിട്ട് പറയും ഇവർക്ക് അതിര് കഴിഞ്ഞ ഒരു സംരക്ഷണം കൊടുത്തില്ല എന്ന്. ഏറ്റവും വലിയ സംരക്ഷണം കൊടുത്തത് 2 വർഷക്കാലം സർക്കാർ ശമ്പളം പറ്റി സർവീസിൽ ഒളിച്ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ്. ശരി, ഇത് സംരക്ഷണമാണ് എന്ന് കോൺഗ്രസ് സ്വാഭാവികമായും കാണും. ഇപ്പോ വരുന്ന ഈ നടപടി പര്യാപ്തമാണോ? VS സുജിത്ത് തന്നെ നമ്മുടെ ഉണ്ട്. സുജിത്ത് പറയട്ടെ. സുജിത്ത്, താങ്കളെ മർദ്ദിച്ച 4 പോലീസുകാരെ, ശശിധരൻ, സന്ദീപ്, സജീവൻ, നുമാൻ, ഒരു SIയെയും 3 CPOമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതുവരെ വന്ന നടപടികളിലെ ഏറ്റവും വലിയ നടപടിയാണ്. ആശ്വാസകരമാണോ? ഒട്ടും ആശ്വാസകരമല്ല. കാരണം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് 5 പേരെയാണ്, ഡ്രൈവറടക്കം ഉള്ള 5 പേരെയാണ് ഞാൻ ആദ്യമേ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യം. അതിൽ 4 പേർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ സസ്പെൻഡ് ആയിട്ടുള്ളത്. നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് 5 പേരെയും സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിലയിൽ പിരിച്ചുവിടണം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. 5 പേരെയും. അതിൽ ഒരാളിപ്പോൾ വേറൊരു സർക്കാർ ജീവനക്കാരൻ. ഇതിൽ ഡ്രൈവറായിരുന്ന സുഹൈർ, അദ്ദേഹം പിന്നീട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. അയാൾക്കെതിരെ തെളിവില്ല എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. ഈ ആളും മർദ്ദിച്ചതിൽ ഉൾപ്പെട്ടിരുന്നോ? ആൾക്കെതിരെ തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആളും ഈ ശശിധരനും ഉൾപ്പെടെ എന്നെ ഈ പേര് 4 പേരിലുള്ളതിൽ ശശിധരൻ ഈ CCTVയിൽ തന്നെ മർദ്ദിക്കുന്നില്ല. ശശിധരൻ ഉൾപ്പെടെ ഈ 5 പേരും, ഈ ഷുഹൈർ അടക്കം 5 പേരും കൂടിയിട്ട് തന്നെ മേലെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട്. അതിൽ പേരുള്ള ശശിധരനും അതുപോലെ ഈ ഷുഹൈറും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ 5 പേരെയും നിയമത്തിൻ്റെ മുന്നിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഇപ്പോൾ സുജിത്തെ, കോടതിയിൽ കൊടുത്ത അന്യായം അനുസരിച്ച് ഇവർക്കെതിരെയുള്ള നടപടികൾ, അതായത് ക്രിമിനൽ നടപടികൾ, ക്രിമിനൽ കേസ് എടുത്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിയമപരമായ കാര്യം, ഈ മർദ്ദനത്തിന് എന്ത് ശിക്ഷ എന്ന കാര്യം സ്വാഭാവികമായും അങ്ങനെയാണ്. അതിൽ ആ കേസിലുള്ള ഫലമെന്ത് എന്നുള്ള നിലയ്ക്കായിരിക്കും. രണ്ടാമത്തേത് പോലീസിൻ്റെ വകുപ്പ് തല നടപടികളാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് DGP കാര്യത്തിൽ നിയമോപദേശം തേടിയപ്പോൾ പിരിച്ചുവിടലടക്കമുള്ള നടപടികളാകാം. നേരത്തെ എടുത്ത നടപടി പോരാ എന്ന് ബോധ്യം വന്ന സാഹചര്യത്തിൽ പിരിച്ചുവിടലടക്കമാകാം എന്ന നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു നിലയിലേക്ക്, കാരണം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാരും ഇതിനെ ന്യായീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല. തീർത്തും നിരപരാധിയായ ഒരാളെ സ്റ്റേഷനിൽ വെച്ച് ഭേദ്യം ചെയ്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇത് ആത്യന്തികമായി പിരിച്ചുവിടലിലേക്ക് പോവുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഘട്ടമായിട്ട് ഇപ്പോൾ ഒരു സസ്പെൻഷനാണെങ്കിൽ കൂടിയിട്ട് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ ആവശ്യം എന്നുള്ളത് ഈ 5 പേരെയും സർക്കാരിൻ്റെ ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് അങ്ങനെയാണ് ആദ്യമേ മുതലുള്ള നമ്മുടെ. തീർച്ചയായിട്ടും. എന്തായാലും അതിന് ഒരുപക്ഷെ നടപടിക്രമങ്ങളുടെ ഒരു കാലതാമസം ഉണ്ടായേക്കാം. ഇപ്പോൾ സമരം നടക്കുകയാണ്. ഇന്ന് ശശിധരൻ്റെ വീട്ടിലേക്ക് തൃശ്ശൂരിൽ സമരം നടന്നു. ഇപ്പോൾ സുജിത്ത് നേരിട്ടിട്ടുള്ള വലിയ പീഡനം കേരളത്തിൽ മുഴുവൻ ചർച്ചയാവുന്നുണ്ട്. അത് ഒരാൾക്ക് നേരിട്ട പീഡനം എന്നുള്ളതിലുപരി നമ്മുടെ പൗരന്മാർ പോലീസിനാൽ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിയമം പാലിക്കേണ്ട, ക്രമസമാധാനം നിർവഹിക്കേണ്ട പോലീസ് സംവിധാനം മർദ്ദനോപകരണമായി മാറുകയും അവരുടെ തന്നെ ഫ്രസ്ട്രേഷൻ ഈ യൂണിഫോമിൻ്റെ കയ്യൂക്ക് ഉപയോഗിച്ച് നിറവേറ്റുകയും ഒക്കെ ചെയ്യുന്നു എന്ന വിഷയം ഒരു പൊതുവിഷയമായി നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്തായാലും സസ്പെൻഷൻ എന്നുള്ള കാര്യം സ്വാഗതാർഹമാണ്, ആദ്യത്തെ നടപടി എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് ഈ വിഷയത്തിൽ അന്തിമമായ നീതി ലഭിക്കുന്നത് വരെ ഇക്കാര്യത്തിൽ പോരാട്ടം എന്നുള്ളതാണോ? ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? 2.5 വർഷം കാത്തു നിന്നിട്ട് ഇപ്പോൾ ഒരു സസ്പെൻഷൻ, അതുപോലെ ഈ പൊതുജനത്തിൻ്റെ മുന്നിൽ ഇത്രയും വിഷ്വൽസ് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും എത്ര വേണമെങ്കിലും ഈ പോരാട്ടത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ്. പാർട്ടിപരമായിട്ടായി എല്ലാവരും പിന്തുണച്ചുകൊണ്ട്.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തിയത് കൊണ്ടാണ് എന്താണ് നടന്നത് എന്ന് ലോകം അറിഞ്ഞത്. അതിനു മുമ്പ് താങ്കൾക്ക് പരാതിയുണ്ട്, പോലീസ് അത് പരിശോധിച്ചിട്ടുണ്ട്, ഈ ദൃശ്യങ്ങൾ അവർ കണ്ടതിന് ശേഷം അവർ നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടി എന്ന് പറയുന്നത് നമുക്കറിയാം, അവരെ സ്റ്റേഷൻ മാറ്റുക മാത്രമായിരുന്നു, പിന്നെ 2 ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചതും അത്രയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ദൃശ്യങ്ങൾ ലോകം കണ്ടപ്പോഴാണ് എത്ര ഭീകരമായ നിയമലംഘനമാണ് അവിടെ നടന്നത് എന്ന് ബോധ്യമാവുന്നത്. പോലീസിന് നടപടിയെടുക്കാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയിൽ എത്തുകയാണ്. കാരണം ഇത്രയും വലിയൊരു നിയമലംഘനം ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ട് ഞങ്ങൾ ഇൻക്രിമെന്റ് കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെയായിരുന്നു, അത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു, അതിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായി, ഇപ്പോൾ ഈ ആദ്യത്തെ നടപടി ഉണ്ടാകുന്ന വേളയിൽ അത് ജനങ്ങളോട് വിശദീകരിക്കാം താങ്കൾക്ക്. ആദ്യത്തെ തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിഷമം നേരിട്ടിരുന്നു. കാരണം ഇത് വിഷ്വൽസ് എങ്ങാനും എന്താ പറയുക, അത് നഷ്ടപ്പെട്ടു പോയിട്ട് വലിയൊരു ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ ആദ്യമേ തന്നെ ഈ അന്വേഷണ ചുമതലയുള്ള ഈ ഉദ്യോഗസ്ഥനെ നമ്മൾ അപേക്ഷ വെക്കാനുണ്ടായിരുന്നു വിവരാവകാശം. അപ്പോൾ അതിലത്തെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അന്വേഷണ റിപ്പോർട്ടിൽ നമുക്ക് മറുപടി വന്നിട്ടുണ്ടായിരുന്നത് വ്യക്തമായിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ പറയുന്ന മൊഴി പോലെ തന്നെയാണ് ആൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നത്. നേരെ കയറി വരുന്നു, അവിടെ വെച്ചിട്ട് കൂട്ടമായ മർദ്ദനം സംഭവിക്കുന്നു. അതിനുശേഷം സന്ദീപ് ചൂലെടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. സുജിത്തിനെ എല്ലാവരും കൂടി കൊണ്ടുപോകുന്നു. അഡീഷണൽ SP സേവ് സാർ വരെ പറയുന്നുണ്ട്, അവിടെ സുജിത്ത് പറയുന്ന പ്രകാരം, പരാതിക്കാരൻ പറയുന്ന പ്രകാരം അവിടെ കുറ്റം ചെയ്തിരിക്കാം എന്ന് ആൾ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ടായില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ അന്നത്തെ CI മുതലേ ഉള്ള എല്ലാ മേലുദ്യോഗസ്ഥരും കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഓരോ തവണയായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞു അതിലൊരു പോക്സോ കേസ് ആ സമയത്ത് അവിടെ നടന്നുകൊണ്ട് അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് തരാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ. അതിനുശേഷം വിവരാവകാശ സിറ്റിംഗ് ഒരു വർഷത്തിന് ശേഷം തൃശ്ശൂർ വെച്ച് നടന്നപ്പോൾ അന്നത്തെ ഒരു ദിലീപ് സാറ് എൻ്റെ ഒരു തീരുമാനമായിരുന്നു, അത് പോക്സോ ഒഴിവാക്കിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന രേഖ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം എന്നായിരുന്നു. പിന്നീട് ഒരു ഹിയറിങ് 1 വർഷം കഴിഞ്ഞിട്ടോ മറ്റോ വന്നപ്പോൾ പിന്നെ പറഞ്ഞു അത് കംപ്ലീറ്റ് സംസ്ഥാനമൊട്ടാകെ CCTV വിഷ്വൽസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിൽ ഇതും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാകുന്നു. പിന്നീട് അന്നത്തെ CI എന്നുള്ള സാറ് ഹിയറിങ്ങിന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇത് പ്രിസർവ് ചെയ്തിട്ട് മാറ്റിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടാൻ ഈ പൊതുജനത്തിന് മുന്നിൽ അത്രയും വലിയൊരു എഫേർട്ട് എടുത്തതുകൊണ്ടാണ് പൊതുജനത്തിന് ഇതാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സുജിത്ത് തുടരണം. ശ്രീ TP ജയചന്ദ്രൻ, ഞങ്ങൾ നടപടിയെടുത്തു എന്ന് ആഭ്യന്തര വകുപ്പിനോ കേരള പോലീസിനോ അഭിമാനം കൊള്ളാൻ കഴിയുമോ? ഈ ദൃശ്യങ്ങൾ ആദ്യം മാതൃഭൂമി ന്യൂസും പിന്നീട് മറ്റ് മാധ്യമങ്ങളും പുറത്തുവിട്ടതിന് ശേഷം ജനങ്ങൾ കണ്ടപ്പോൾ ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് പോലീസ് കണ്ടിട്ടുണ്ടല്ലോ, പരാതി ഉണ്ടായിരുന്നു, ആ പരാതി അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം വകുപ്പ് തല നടപടികൾ, വളരെ ലഘുവായ നടപടികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷമാണ് അന്ന് ആ നടപടി എടുത്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കയ്യിലിരുന്ന പോലീസ് സംവിധാനം അത് കാണുകയും ഗുരുതരമായ നിയമലംഘനം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷം വളരെ ചെറിയ നടപടിയെടുക്കുകയും ഇവരെ യൂണിഫോമിൽ തുടരാൻ അനുവദിക്കുകയും വീടിന് കുറച്ചുകൂടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തേ എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷേ, നടപടി എന്ന് വെച്ചാൽ എന്താണ്? വളരെ കൃത്യമായിട്ട് നമ്മുടെ സർവീസ് റൂളിൽ തന്നെ പറയുന്നു, സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. എന്താണ് ഇത്ര ക്രൂരമായ ഒരു കർത്തവ്യം ചെയ്ത 4-5 പേർക്ക് കിട്ടിയിരിക്കുന്നത്? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അഭിലാഷേ? നിങ്ങൾ ഈ പ്രശ്നമൊക്കെ തണുക്കുന്നത് വരെ വീട്ടിലിരിക്കുക, കൃത്യമായി നിങ്ങളുടെ ശമ്പളം വീട്ടിലെത്തിക്കും. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു 40-60% തരും. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പോലീസ് അസോസിയേഷൻ്റെ മാർക്സിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ നിങ്ങൾക്ക് ഇടപെട്ട് ഞങ്ങൾ ഈ പ്രശ്നം തണുപ്പിച്ച് നിങ്ങളെ പൂർവാധികം എല്ലാ ആനുകൂല്യങ്ങളുമായിട്ട് നിങ്ങളെ തിരിച്ചു വരും. അനൂപ, നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോലീസുകാരെ ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കാനുള്ള ആർജവത്വം കാണിക്കണം. പോലീസിൻ്റെ ചുമതല എന്താണ്? നിയമം രാജ്യത്ത് നടപ്പിലാക്കുക, ക്രമസമാധാന ചുമതലകൾ നിർവഹിക്കുക, ഭരണഘടനയും മറ്റ് സംവിധാനങ്ങളും നൽകുന്ന ഉറപ്പുകൾ പാലിക്കുക. ഇത് പറയുമ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കൂ. എനിക്ക് മുമ്പ് സംസാരിച്ച ഒരാൾ അങ്ങ് ഉത്തരേന്ത്യയെക്കുറിച്ച് താരതമ്യം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് കുറച്ചുകൂടി നല്ല എത്യോപ്യയുമായി താരതമ്യം ചെയ്യുന്നതായിരുന്നു.
ഇത്തരം ആളുകളുടെ താല്പര്യം എന്താണ് അഭിലാഷേ? നോക്കൂ, കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു 2016 മുതൽ 2024 വരെ കേരളത്തിൽ 27 പോലീസ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. ചിലത് ആത്മഹത്യയാണ്, ചിലതല്ലാത്തതാണ്. 2016 കേരളത്തിൽ UAPAയുടെ ദുരുപയോഗം വെറും 4 ആയിരുന്നുവെങ്കിൽ 2024 ഈ വർഷം കണക്ക് പുറത്തു വന്നിട്ടില്ല, 40 ഉയർന്നിരിക്കുന്നു. ഏതാണ്ട് 4-ൽ നിന്നും 40-ലേക്ക് എത്ര ശതമാനമാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതുമാത്രമല്ല, കേരളത്തിലെ 744 പോലീസുകാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇന്ത്യയുമായി നമുക്ക് താരതമ്യം ചെയ്യാം. പക്ഷെ ചോദ്യം, കേരളത്തിലെ ജനസംഖ്യ വെറും 2% ഇന്ത്യയുടെ ജനസംഖ്യയുടെ. ആ ജനസംഖ്യയിൽ 5% പോലീസുകാർ ക്രിമിനലുകളാണ്. ഏതൊരു സംവിധാനത്തിലും ഞാൻ പഠിച്ചിടത്തോളം 2-3% ആളുകളൊക്കെ ക്രിമിനലുകളും നിയമത്തെ അംഗീകരിക്കാത്തവരുമൊക്കെ ആവാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ കണക്കുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഒറ്റ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. കാരണം ഇന്ത്യയിലെ ലോകത്തൊരിടത്തും ഇല്ലാത്ത രൂപത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും സംഘടന പാർട്ടിക്കു വേണ്ടി പാർട്ടിക്കാരോടൊപ്പം ചേർന്ന് സംഘർഷം നടത്തുകയും അവർക്ക് എതിരാളികളായ ആളുകളെ കുറ്റപ്പെടുത്തുകയും ചെയ്ത ശാസ്ത്രീയമായ തെളിവുകൾ നമ്മുടെ മുമ്പിലില്ലേ? നോക്കൂ, പോലീസിനെ നേർവഴിക്ക് നയിക്കാനാണ് കോടതികളും മനുഷ്യാവകാശ കമ്മീഷനുകളും. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കണക്കുകൾ ഞാൻ എൻ്റെ CPM പ്രതിനിധിയുടെ മുമ്പാകെ വെക്കുന്നു. പുറത്തു വന്നിരിക്കുന്നു സർ. കേരളത്തിലെ ഇന്ത്യയിലെ ശരാശരിയേക്കാൾ കൂടുതലാണ്. 2014 മുമ്പുള്ള കേരളത്തെക്കുറിച്ചും നിങ്ങൾ അധികാരം ഏറ്റെടുത്ത കേരളത്തെക്കുറിച്ചും അല്ലേ കുറച്ചുകൂടി താരതമ്യം ചെയ്യുന്നതിൽ കുറെ കൂടെ ശാസ്ത്രീയതയുള്ളത്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഏതാണ്ട് 40% പോലീസ് അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ അഭിലാഷ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി മാർക്സിസ്റ്റുകാരും വന്നു പറയും ഒറ്റപ്പെട്ട സംഭവം. ഇതെന്താണ് പ്രേരണ നൽകുന്നത്? ഇത്തരം ക്രിമിനലുകളോട് രാജിവെച്ച് വീട്ടിലിരിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ അഭിലാഷ് തന്നെ പറഞ്ഞു, ഇത് പോലീസ് ഏമാന്മാർ കാണാഞ്ഞിട്ടാണോ? ഇതൊരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം അല്പമുള്ളൊരു പ്രവർത്തകനും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയും കഷ്ടപ്പാടും അതിരുകളില്ലാത്തത് കൊണ്ടായതുകൊണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിലെ കനല എരിയാത്തത് കൊണ്ട്, കത്തി തീരാത്തത് കൊണ്ട് അദ്ദേഹം അതിന് പോയി തെളിവുകൾ ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ, വിവരാവകാശം എന്നൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഇത് കണ്ട പോലീസുകാർ ഇവരെയൊക്കെ സംരക്ഷിക്കുകയായിരുന്നില്ലേ? ഇത് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിലെ പോലീസിനെ എത്ര തവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കേരളത്തിലെ കോടതികളിൽ എത്ര തവണ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് കേരളത്തിലെ CCTV പോലും പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ ഇടയായ സാഹചര്യം? കേരളത്തിലെ പോലീസുകാർ മര്യാദരാമന്മാരും ഉത്തരേന്ത്യയിലെ പോലീസിനെ അപേക്ഷിച്ച് ഇവിടെ മെച്ചപ്പെട്ടവരും എത്യോപ്യയേക്കാൾ ഇവിടെ ജനസ്പക്ഷത്ത് നിൽക്കുന്നവരും ഒക്കെ ആയിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ CCTV വെക്കണമെന്ന് പറയുമായിരുന്നില്ലല്ലോ. കോടതിയല്ല ഇതൊക്കെ പറഞ്ഞത്. ഈ രാജ്യത്തെ പൗരൻ ഇത്ര നഗ്നമായ അവകാശാധികാരങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനൊപ്പം നിന്ന് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടി പാർട്ടി കേഡറുകളാണ് അഭിലാഷേ ഇവരുടെ സംഘടനാ നേതാക്കന്മാരും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പോലീസിലെ പുഴുക്കുത്തുകൾ നിശ്ചയമായും ഐഡന്റിഫൈ ചെയ്യപ്പെടുക തന്നെ വേണം. ശ്രീ PA പൗരൻ, കഴിഞ്ഞ 8 മാസത്തിനകം രാജ്യത്ത് 11 കസ്റ്റഡി മരണം റെക്കോർഡ് അനുസരിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 2020 ഉത്തരവനുസരിച്ചാണ് പോലീസ് സ്റ്റേഷനുകളിൽ CCTV നിർബന്ധമാക്കിയത്. പക്ഷേ പല CCTVകളും പ്രവർത്തിക്കാത്തതോ കേടുവന്നതോ ആണ് എന്ന നിലയിൽ വീണ്ടും ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ നോക്കൂ, CCTV ഉണ്ട്, CCTV ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് CCTVയുടെ മുമ്പിൽ വെച്ച് ഒരാളെ കിരാതമായി മർദ്ദിക്കാൻ മാത്രം ധൈര്യമുള്ള പോലീസുകാരുണ്ട്. CCTVയിൽ ഇത് റെക്കോർഡ് ചെയ്താലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ആത്മവീര്യത്തിന്റെ പ്രകടനം അവർ നടത്തിയതുമാകാം. ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ CCTV വെച്ചതുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതണോ? ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ്റെ നിയന്ത്രണം ആർക്കാണ്? SHO എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്റ്റേഷൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. അപ്പോൾ ഈ CCTV കൃത്യമായിട്ട് 2020 സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യ ഒട്ടുക്ക് നടപ്പിലാക്കി എന്ന് പറയുന്ന ഈ CCTV ദൃശ്യങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അത് മാനേജ് ചെയ്യുവാൻ ഉള്ള ഉത്തരവാദിത്തം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണുള്ളത്. ഇവിടെ സുജിത്ത് 4 പേരെ അല്ലെങ്കിൽ 5 പേരെ, സുബൈർ ഉൾപ്പെടെ ഡ്രൈവർ ഉൾപ്പെടെ 5 പേരെ കാര്യം പറഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടറെ കൂടി പ്രതിയാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്റ്റേഷൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള CI നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം
കേരളത്തിലുള്ളപ്പോൾ അയാളെയും കൂടി പ്രതിയാക്കേണ്ട ഒരു അവസ്ഥ കോടതിക്കുണ്ട്, അതിലുപരിയായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഇത് അന്വേഷിച്ച അന്നത്തെ ACPക്കുണ്ട്, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന DIGക്കുണ്ട്. അതുകൊണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഇതിൽ നിന്ന് എക്സോണറേറ്റ് ചെയ്യുവാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, കേരളത്തിൽ 932 ക്രിമിനൽസ് ഉണ്ടെന്ന് അസംബ്ലിയിലും സംസാരമുണ്ടായിട്ടുണ്ട്, പുറമേ ഉള്ള അന്വേഷണത്തിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 24 പേർ IPS ഉള്ള ആ റാങ്കിലുള്ള 24 പേര് ഹാർഡ് കോർ ക്രിമിനൽസാണ്. അങ്ങനെയുള്ള 932 പേര് CPOമാർ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ IPS ഇല്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, 24 IPSകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ആവശ്യമുള്ള 50 അല്ലെങ്കിൽ 52 പോലീസ് IPSകാർ ആവശ്യമുള്ളപ്പോൾ 176 IPSകാരാണ് കേരളത്തിൽ ഇന്ന് വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് സർവ്വവിധ സൗകര്യങ്ങളോട് കൂടി ആർത്തുല്ലസിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. 176 പേര്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ 176 പേരും കൂടി അതോടൊപ്പം തന്നെ 156 IAS ഉദ്യോഗസ്ഥന്മാരും, 43 പേരെ ആവശ്യമുള്ളൂ. നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൺട്രോൾ ചെയ്യാൻ IASകാർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയ്ക്ക് ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു നിയമപാലനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ SHOയെ പ്രതിയാക്കണം, അതോടൊപ്പം തന്നെ ഇതിന് കൂട്ടുനിന്ന് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കണം. 932 ക്രിമിനൽസിനെ അടിയന്തരമായിട്ട് വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ അജണ്ടയിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സുജിത്ത്, ഇത് ഈ കേസിൽ തെളിവുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ച, ഈ കസ്റ്റഡി മർദ്ദനം പുറത്തറിയാതിരിക്കാൻ പരിശ്രമിച്ച ആളുകളെ കൂടി നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരണം എന്നൊരു താല്പര്യം ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൂടിയുള്ള പരാതി ഇപ്പോൾ സുജിത്തിന്റെ അന്യായം അനുസരിച്ചാണ് ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് പാർട്ടിപരമായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നതാണ്. കാരണം ഇത് ഉടനടി അവരെ ഡിസ്മിസ് ചെയ്തിട്ടില്ലെങ്കിൽ, പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള സ്റ്റേജ് നമ്മൾ അങ്ങനെയാണ് ആലോചിച്ചിട്ടുള്ളത്. എല്ലാവരും കൂടി കൂട്ടമായിട്ടൊരു തയ്യാറാക്കാൻ പാർട്ടി തയ്യാറാണ്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും. ഡോക്ടർ പ്രേംകുമാർ, ഇവിടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നവുമുണ്ട്. മുൻപ് പോലീസ് അതിക്രമങ്ങൾ പലതരത്തിൽ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ജിൻഡോ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ രക്ഷാപ്രവർത്തനം എന്ന വാക്ക് DYFIക്കാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏത് നിലയിലാണ് മർദ്ദിക്കപ്പെട്ടത് എന്ന്. കസ്റ്റഡി മർദ്ദനങ്ങൾ മാത്രമല്ല, കസ്റ്റഡി മരണങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ശിക്ഷ കിട്ടി എന്നുള്ളത് പ്രധാനമാണ്. ആത്മവീര്യത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെടുന്നതും പ്രധാനമാണ്. ഇവിടെ മാതൃകാപരമായ നടപടിയെടുത്ത ആ ഉദ്യോഗസ്ഥരുടെ കുപ്പായം ഊരി വാങ്ങുക, കാക്കി ഊരി വാങ്ങുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമെന്നതുപോലെ സർക്കാരിന്റെ ആർജവത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കൂടി ഒരു അളവുകോലായി, അല്ലെങ്കിൽ അതിന്റെ തെളിവായി വരേണ്ട ഒരു കാര്യമല്ലേ? അല്ല, അങ്ങനെ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്താണെന്നറിയോ, നിയമസഭയിൽ തന്നെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി വെളിവാക്കിയതുപോലെ 1073 പോലീസുകാർക്കെതിരെയാണ് കേസുകൾ അല്ലെങ്കിൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ 2016 മുതൽ 24 വരെ. അതിന്റെ ഭാഗമായി 108 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ 108 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ സുജിത്തിന് നേരെ ഉണ്ടായ അക്രമത്തിന്റെ കേസിൽ പോലീസിലെ ശിക്ഷാ നടപടികൾ BJPയുടെ പ്രതിനിധി മാഷ് പറയുന്നത് ശരിയല്ല. ആദ്യത്തെ താക്കീതാണ്, രണ്ടാമത്തെ സസ്പെൻഷനിൽ വെക്കുക എന്നുള്ളതാണ്. അതല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ കേസിൽ 3ാം ലെയറിലുള്ള പണിഷ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഇൻക്രിമെന്റ് ബാർ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്താണ് ഡിസ്മിസലിലേക്ക് അന്ന് പോയിട്ടില്ല. ഡിസ്മിസലിലേക്ക് പോകണമെന്നാണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത്, കേരള സമൂഹം മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് നിയമപരമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇവർ അതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവർ സർവീസിലേക്ക് തിരിച്ചു വരുന്ന സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് ആ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളിലെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് പോലും വന്ന് നല്ലത് പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ്.
നമുക്കറിയാം, ഞാൻ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടില്ല മാഷെ, ഉത്തരേന്ത്യ നാഷണൽ ലെവലിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം കേരളം അടക്കം ഉൾപ്പെട്ട ഇന്ത്യയുടെ മൊത്തം കണക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം യു പിയിൽ എന്താ നടക്കുന്നുള്ളത്. ഒരാൾ ഭൂമി കയ്യേറി എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്തിൽ ബുൾഡോസറുകൾ വിട്ടിട്ട് ഒരു ഏരിയ മുഴുവൻ ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത്. അത് ഗംഭീരമാണെന്ന് പറയുന്ന ആളുകളാണ്, അതിനെയും അംഗീകരിക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെയും നമുക്ക് ഉത്തർപ്രദേശിലെയോ മറ്റൊരു സംസ്ഥാനത്തെയോ വെച്ച് തുലനം ചെയ്യാൻ കഴിയില്ല. ഉത്തർപ്രദേശിൽ അത് നടക്കുന്നില്ലേ, പിന്നെ കേരളത്തിൽ ഇത്രയെങ്കിലും നടക്കണ്ടേ എന്ന ന്യായത്തിലേക്ക് എത്താനും പറ്റില്ല. അല്ല, പറ്റില്ല. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ആ ഭീകരതകൾ അവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവരുടെ വളരെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇതിന്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രതിനിധി പറയുന്നത്. കേട്ടോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് പ്രശ്നം എന്ന്. അത് ഒരു കാരണവശാലും ശരിയല്ല. മറ്റെല്ലാ ജീവനക്കാർക്കും ഉള്ളതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം പോലീസിനും ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ അത് LDF ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ശരിയായ നിലപാടാണ്. മാത്രമല്ല, ഈ കേസിൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ ആ യുക്തി പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ന്യൂമാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ വളരെ ക്ലിയർ ആയിട്ട് KSU പ്രവർത്തകനായിരുന്നു, KSUവിന്റെ ഭാരവാഹിയായിരുന്നു, പോലീസിൽ ചേരുന്നവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചു എന്നല്ലല്ലോ കാണേണ്ടത്. യൂണിഫോം ഇട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം ഇട്ട സമയത്ത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നു, നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാൾ, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. പിന്നെ ഒരു പോലീസുകാരനോ ഒരു സ്റ്റേഷനിലെ 3 പോലീസുകാരോ തോന്നിവാസം കാണിച്ചാൽ സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണ്, മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിയല്ല. മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചങ്ങാതി സെക്ഷൽ പ്രിഡേഷൻ നടത്തി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ പ്രിഡേറ്റേഴ്സ് ആണെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെയാണിത്. കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, CPM-കാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ്സുകാരും നെഖിൽ പൈലിയെ പോലെ കുത്തിക്കൊല്ലുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ആ കറക്ഷൻ പ്രോസസ്സിൽ സർക്കാർ നിയന്ത്രിക്കുന്ന പാർട്ടിയും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡോക്യുമെന്റ് പുറത്തു വരുന്നു, അതിനുശേഷം അടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു, എഗെയിൻ ടു പുട്ട് അണ്ടർ സസ്പെൻഷൻ. അതിനുശേഷം നിയമപരമായ ലീഗൽ ഒപ്പീനിയൻ കൃത്യമായി കിട്ടിയതിനു ശേഷം ഇവരെ പിരിച്ചുവിടുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ ഒരു ഫാക്ട് ഉണ്ട്, സുജിത്ത് തന്നെ കൊടുത്ത പ്രകാരമുള്ള ഒരു ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ CMP-യിൽ കോടതി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രയൽ നടക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു പണിഷ്മെന്റ്, മറ്റൊരു കേസ് ഇവരെ പേരിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ധാർമ്മികത തിളച്ചു മറിഞ്ഞാലും നടപടിയും പോലൊരു കാര്യവുമാണ്. ക്രിമിനൽ വിചാരണയും തമ്മിൽ അങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ കഴിയുമോ? അത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പോലീസിന് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് വകുപ്പ് തല നടപടി, അടുത്ത ലെവലിലുള്ള വകുപ്പ് തല നടപടി, ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടി റിവൈസ് ചെയ്ത് അടുത്ത നടപടി എടുക്കാൻ നിയമപരമായി കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും. പക്ഷേ ആ നടപടി പോലും അതിന്റെ എല്ലാ പഴുതും അടച്ചേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ പ്രതികൾ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഹൈക്കോടതിയോ കാറ്റിനെയോ സമീപിച്ചിട്ട് അവർ തിരിച്ചു വരുന്ന സംവിധാനം ഉണ്ടാവും. അത് ഉണ്ടാവാൻ പാടില്ല. അവർക്കെതിരെ കുറ്റമറ്റ രീതിയിലാണ് നടപടികൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ ആവേശത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ദോഷഫലമാണ് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ഷിജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോ ഒന്ന് ഈ 4 പോലീസുകാരെ ന്യായീകരിച്ചോ അവർ ചെയ്ത കാര്യം ന്യായയുക്തമാണെന്ന് പറഞ്ഞുകൊണ്ടോ ആരും രംഗത്ത് വന്നിട്ടില്ല. സർക്കാരിന്റെ പ്രതിനിധികൾ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുമില്ല എന്നുള്ള ഒരു ഭാഗം. രണ്ടാമത്തേത്, ഇപ്പോൾ നടപടി ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു, അത് സസ്പെൻഷനാണ്, പരമാവധി നടപടി എന്ന നിലപാടിലാണ് DGP എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഒരു ക്രിമിനൽ നടപടിക്രമം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ, കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട്. ഈ 3 കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് മുമ്പ് എന്നുള്ളതല്ല, ഇപ്പോൾ നീതിപൂർവകമല്ലാത്ത എന്തെങ്കിലും നടക്കുന്നതായി കോൺഗ്രസിന് ആക്ഷേപമുണ്ടോ? അഭിലാഷേ, ഒന്നാമത്തെ കാര്യം, ഇവിടെ പ്രേംകുമാർ പറഞ്ഞത് മുൻപ് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സുജിത്തിൻ്റെ പരാതിയിൽ ഈ പോലീസുകാർക്കെതിരെ 3ാം ഘട്ട നടപടി എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് 3ാം ഘട്ട നടപടി എന്നുള്ളതിൽ ഇൻക്രിമെൻ്റ് തടയുകയാണ് ചെയ്തത്. സസ്പെൻഷന് മേലെയുള്ള നടപടിയാണ് ഇൻക്രിമെൻ്റ് തടയൽ എന്നാണ് പ്രേംകുമാർ പറയുന്നത്. ഞാൻ ആ വാദം ഇങ്ങെടുക്കുക. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ 3ാം ഘട്ട നടപടി എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ, ഇവരുടെ വധശ്രമം പോലുള്ള അതിക്രൂരമായ അക്രമ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ 2ാം ഘട്ട നടപടിയാണ് എടുക്കേണ്ടത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞ 2ാം തല നടപടിയാണ് എടുക്കേണ്ടത്. ഇൻക്രിമെന്ററി തടയുന്നതിനേക്കാൾ കുറഞ്ഞ നടപടി ആയിപ്പോയില്ലേ അപ്പോൾ താങ്കളുടെ വാദം അനുസരിച്ചിട്ട്? അപ്പോൾ അതൊരു ശരിയായ വാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ PSC റാങ്ക് ലിസ്റ്റിൽ കോപ്പി അടിച്ച് കയറുന്ന ശിവരഞ്ജിത്തിനെ പോലെ, നസീമിനെ പോലുള്ള ആളുകളൊക്കെ സർവീസ്, ഞാൻ പറയട്ടെ,
ഞാൻ പറയട്ടെ, എനിക്ക് താങ്കൾ പറഞ്ഞതിന് എല്ലാത്തിനും വാദമുണ്ട്. ഞാൻ പറയണമല്ലോ, ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയാൻ വന്നിരിക്കുന്ന ആളാണല്ലോ. 2 വർഷക്കാലം ഈ CCTV ദൃശ്യങ്ങൾ എവിടെയായിരുന്നു ഇരുന്നത് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ആരാ ഒളിച്ചു വെച്ചതെന്ന് അറിയാൻ പറ്റുമോ? അവിടുത്തെ SHO അടക്കം മേലുദ്യോഗസ്ഥരടക്കം കണ്ടതല്ലേ ഈ CCTV ദൃശ്യങ്ങൾ? അത്തരത്തിൽ ഏതെങ്കിലും ഒരു നടപടി എടുത്തോ? സുജിത്ത് കോടതിയിൽ പോയതിനു ശേഷം കോടതി നിർദ്ദേശപ്രകാരമല്ലേ ഒരു ക്രിമിനൽ കേസ് പോലും എടുക്കുന്നത്? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇതിന് ആനുപാതികമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി കേസെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവരൊക്കെ കഴിഞ്ഞ 2 വർഷക്കാലം കഞ്ഞിപ്പശ മുക്കിയത് സുജിത്തിന്റെ അടക്കം നികുതി പണം കിട്ടിയ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടാണ്. ഇവിടെ സാധാരണക്കാരനെ കൊല്ലാൻ നോക്കുന്ന ഒരുത്തനും സർക്കാർ ഖജനാവിൽ നിന്ന് കഞ്ഞിപ്പശ മുക്കി കാക്കിയിട്ട് കവാത്ത് നടത്തണ്ട എന്നാണ് പൊതുബോധം. കേരളത്തിലെ സാമാന്യ ബോധമുള്ള സാധാരണക്കാരുടെ വികാരം. അതാണ് കോൺഗ്രസിനും പറയാനുള്ളത്. ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ അക്രമം അയാളുടെ നേരിടുന്ന ഇൻസൾട്ടാണ്. ആ ഇൻസൾട്ട് അത്രത്തോളം വലുതായതുകൊണ്ടാണ് സുജിത്ത് പോരാട്ടത്തിന് പോയത്. അങ്ങനെ പോരാട്ടത്തിന് പോകാൻ ശേഷിയില്ലാത്ത 1046 മനുഷ്യർ ലോക്കപ്പിനകത്തും പുറത്തും മരണപ്പെട്ട നിലയിൽ കണ്ടതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. അവർക്കൊക്കെ നീതി ഉറപ്പാക്കണ്ടേ പ്രേംകുമാറെ? അവർക്കൊക്കെ നീതി ഉറപ്പാക്കണ്ടേ? ഇനി താങ്കൾ പറയുന്നത് ഇവിടെ ഈ സുജിത്തിനെ തല്ലിയ പോലീസുകാർക്ക് ഈ കാക്കിയുടെ അധിക ബലം ഊരി വെച്ചിട്ട് പൊതുസമൂഹത്തിൽ വന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ഞങ്ങൾ ആ സുജിത്തിനെ തല്ലിയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ അക്രമം കാണിക്കാനുള്ള അധിക ബലം നൽകുന്നത് രാഷ്ട്രീയ പിന്തുണയുണ്ട്, ഭരിക്കുന്ന സർക്കാരിന്റെ സംഘടനാപരമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് തന്നെ വിചാരിക്കണം. ഇനി നുഹ്മാൻ എന്ന് പറഞ്ഞ SI കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു SIയെ എന്തിനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM കാരനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സർക്കാർ എന്തിനാ സംരക്ഷിക്കുന്നത്? എന്തിന് 2 വർഷക്കാലം കോൺഗ്രസ്സുകാരനെന്ന് നിങ്ങൾ പറയുന്ന നുഹ്മാന്റെ ഇടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത്, സംരക്ഷിച്ചത്? മറുപടി പറയണ്ടേ? ഇവിടെ ഒരു കാര്യമുണ്ട്, മാല മോഷ്ടിക്കുന്ന, മാങ്ങ മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തുന്ന പോലീസുകാരിൽ നിന്ന് ആളുകളെ കൊല്ലാൻ നോക്കുന്ന പോലീസുകാരിലേക്ക് വളർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉത്തരേന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഉത്തരേന്ത്യ ഒരു കാലത്തും ഒരു കാര്യത്തിലും കേരളവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതുമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയുമായിട്ടുള്ള കമ്പയർ ചെയ്യുന്നത് എല്ലാത്തിനും മാറ്റം വരുത്തും, എല്ലാത്തിനും നവോത്ഥാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സർക്കാർ ഖജനാവിൽ നിന്ന് വലിയ പ്രചരണങ്ങൾ നടത്തി ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 2 വർഷക്കാലം CCTV ദൃശ്യങ്ങൾ ഒളിച്ചു വെച്ചു, ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിച്ചു. തെറ്റാണ്. മൈക്കിനെതിരെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കൊന്ന് ഹൗളിംഗ് ഇട്ടാൽ മൈക്കിനെതിരെ പോലീസ് ജീപ്പിന് വട്ടം ചാടി വന്നാൽ ഫുട്ബോളിനെതിരെ വരെ കേസെടുക്കാൻ ആർജവം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ 2 വർഷക്കാലം ഈ ദൃശ്യങ്ങൾ മൂടി വെച്ച് സംരക്ഷിച്ചത് എന്തിന്റെ പേരിലാണെന്ന് പറയണ്ടേ? ഇവിടെ അക്രമികൾക്കെതിരെ നടപടിയെടുത്താൽ ആത്മവീര്യം ചോർന്നു പോകുമെങ്കിൽ അങ്ങനെ ആത്മവീര്യം കാക്കിപ്പാൻഡിൽ ഊർന്നു പോകുന്നവൻ ഒറ്റ ഒരുത്തനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വേണ്ടാന്നേ. അങ്ങനെ ഒരുത്തനും സല്യൂട്ട് അടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരാൾക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ ഒന്നും പൊതുഖജനാവിലെ പണം എടുക്കാൻ പാടില്ല. അക്രമികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ, അവർക്കെതിരെ നടപടിയെടുക്കാൻ പേടിക്കുമ്പോൾ അവർ ആത്മവീര്യം ചോർന്നു പോകുമെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ പോലീസ് മാതൃകയല്ല. ഇനി ഒരു കാര്യം കൂടി താങ്കൾ പറയാം. താങ്കൾ മാങ്കൂട്ടത്തിനെ ഇതിലേക്ക് പ്രത്യേകം കൊണ്ടുവന്നു. അത് താങ്കളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. മുൻ ഭാര്യയെ കുനിച്ചു നിർത്തി മുട്ടിനിടിച്ച മുഹമ്മദ് റിയാസിനെ പോലെ എല്ലാവരും സ്ത്രീപീഡകരാണെന്ന് ഞാൻ പറയില്ല. കൊലക്കേസ് പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ എല്ലാ CPM-കാരും കൊലക്കേസ് പ്രതികളാണെന്ന് ഞാൻ പറയില്ല. P ശശിയെ പോലെയും PK ശശിയെ പോലെയും മുഴുവൻ CPM-കാരും പീഡകരാണെന്നും ഞാൻ പറയില്ല. അല്ലാത്ത ആളുകളും എല്ലായിടത്തും ഉണ്ടെന്നേ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അത് വലിച്ചഴക്കേണ്ട. നമ്മൾ പറഞ്ഞു വരുന്നത് സുജിത്തിനെ അടിച്ച് ആക്രമിച്ച് കൊല്ലാൻ നോക്കിയവർക്കെതിരെ സസ്പെൻഷൻ അല്ല, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവർ മറ്റൊരു സർക്കാർ സർവീസിലും ഇനി അങ്ങോട്ട് ജോലി ചെയ്ത് സർക്കാർ ശമ്പളം പറ്റാത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തണം. ശരി, അതാണ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. ഇവിടെ പോലീസിനെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന ആ താല്പര്യത്തിലായിരിക്കുമല്ലോ ഇതിൽ ഉൾപ്പെടാത്ത പോലീസുകാർ. SHOയുടെ കാര്യം നേരത്തെ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ CCTV ദൃശ്യം കൊടുക്കാതിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചത്. ഒരു പേരിനുള്ള നടപടിയിൽ ആ നടപടി ഒതുക്കി അവരുടെ കാക്കി സുരക്ഷിതമാക്കിയതും അതുകൊണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ ഈ പോലീസുകാരുടെ വീടിന് മുമ്പിലൊക്കെ ബാനറും പോസ്റ്ററും ഒക്കെ ഒട്ടിക്കാൻ നടത്തിയ ശ്രമം തടയുന്നു. ആ തടഞ്ഞത് ഫലവത്തായില്ല. അതിനുശേഷം ഈ പ്രവർത്തകരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒട്ടിച്ച പോസ്റ്റർ പോലീസുകാർ തന്നെ കീറിക്കളയുന്ന ശുഷ്കാന്തിയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കൂട്ടത്തിൽ ഒരാളെ വിട്ടുകളയില്ല എന്നൊരു വർഗബോധം അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സസ്പെൻഷനൊക്കെ ഉണ്ടായാലും ഇപ്പോൾ നമ്മൾ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ വിധി വന്ന് അതിന്റെ ഞെട്ടലിൽ നിൽക്കുകയാണ്. ആത്യന്തികമായി എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ കരകയറ്റാനുള്ള ശ്രമം ഉണ്ടാവില്ലേ? അഭിലാഷേ, കൂട്ടത്തിൽ ഒരാൾ എന്നൊരു പ്രയോഗത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഗോവിന്ദച്ചാമി നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണോ? അദ്ദേഹത്തിന് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്കത് കാണിക്കാൻ സാധിക്കുമോ? ഇത്തരം ചർച്ചകളിൽ നമ്മൾ മാത്രമല്ല, ഇത്തരം ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു പൊതുപ്രവർത്തകൻ ഇരിക്കുന്ന ചർച്ചയിലാണ് ഡോക്ടർ പ്രേംകുമാറിനെ പോലുള്ള ആളുകൾ വന്ന് തനി
മനുഷ്യനാകണമെന്നൊക്കെ ആഹ്വാനം പറയുന്ന ആളുകൾ ഇവിടെ നടക്കുന്ന ചർച്ചയുടെ നിലവാരമൊന്ന് നമ്മൾ പരിശോധിക്കണം അഭിലാഷേ. നോക്കൂ, ഏതാണ്ട് ജയിക്കിനെ പോലെയോ ആർഷോയെ പോലെയോ ഒക്കെ ഉള്ള ചർച്ചകളാണെങ്കിൽ നമുക്കിവിടെ മറുപടി പറയാതെ വിട്ടേക്കാം. വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചത് അഭിമാനപൂർവ്വം പറയുന്ന ആൾ, അത് പോലീസുകാരൻ്റെ പൊതുവായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ കേരളം ഉപയോഗപ്പെടുത്തുന്നത്? രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവരെ കുടുക്കാനല്ലേ നിങ്ങൾ? നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂവിട്ടാൽ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി പൂവിട്ടാൽ കേരളത്തിൽ കലാപാഹ്വാനത്തിനുള്ള വകുപ്പ് വെച്ച് നിലവിലുള്ള പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും റിട്ടയർ ചെയ്ത പട്ടാളക്കാരെയും 25 പേരെ പ്രതിക്കൂട്ടിൽ ചേർത്തുന്നത് ഏത് സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് എൻ്റെ ബഹുമാനപ്പെട്ട സാർ? മാത്രമല്ല പോലീസ് സേന കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൻ്റെ പുറകിലേക്ക് പിന്നാമ്പുറത്തേക്ക് പോയാൽ അഭിലാഷേ, കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രി കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പിൽ ഇന്ന് കുറ്റം നേരിടുന്ന ഒരു കക്ഷിക്ക് ഈ SHOയുമായുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നമ്മൾ കൃത്യമായിട്ടെത്തും. ഇവിടെ ഈ വേദിയിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ പങ്കിനെതിരായി പൊളിറ്റിക്കൽ സമരം നടത്തിയ ആളാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പുറത്ത് ഈ SHO വേണം. ഈ SHOയെ അദ്ദേഹത്തിൻ്റെ വിളിപ്പുറത്ത് നിർത്തുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ആരോപിച്ചാൽ കുറ്റം പറയുമോ? ആ മന്ത്രിയുടെ പേര് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഇല്ലാത്ത വേദിയിൽ പരസ്യമായി പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടാണ്. ആ പ്രതിയായ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടെന്ന് പൊതുജനം സംശയിക്കുന്ന മന്ത്രിയുടെ പാർട്ടി നേതാവിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാനിടയായതിൻ്റെ പശ്ചാത്തലം വ്യക്തമാകും. 2023 അദ്ദേഹത്തിൻ്റെ ഫോൺ റെക്കോർഡ് ഒന്ന് പരിശോധിച്ചാൽ മതി. പണ്ട് അയാൾ കോൺഗ്രസ് ആയിരുന്നു എന്നതൊക്കെ വാദത്തിന് വേണ്ടിയാണ്. ഇന്ന് അയാൾ ആരാണ്? അടിസ്ഥാനപരമായി ബോധ്യത്തോടെ ഞാൻ പറയുന്നു, ഇന്ന് അയാൾ ആരാണ്? അയാളുടെ ചരിത്രം എന്താണ്? അയാൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ സസ്പെൻഷനെ കുറിച്ചും പോലീസ് സേനയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ വന്ന് വേദിയിൽ വന്നിരിക്കുന്നവർ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇത്തരം ക്രിമിനലുകളെ വാദിച്ചുകൊണ്ട് ഇവരിതാ മാന്യന്മാരാണെന്നും ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ രക്ഷിക്കുന്നതിൻ്റെ പോലുള്ള അർത്ഥശാസ്ത്രം എന്താണ്? ഒരു കാര്യം കൂടി അഭിലാഷ ഞാൻ ചൂണ്ടിക്കാണിക്കാം. കേരളത്തിലെ കഴിഞ്ഞകാല ഉരുട്ടിക്കൊലയും പോലീസ് മർദ്ദനത്തിലും ഇടയായ പോലീസിലെ പ്രതിപ്പട്ടികയിലിരിക്കുന്നവർക്ക് അവരർഹിക്കുന്ന ശിക്ഷാ നടപടികളും അവരർഹിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവർക്ക് അർഹിക്കുന്ന ശിക്ഷാ നടപടി നേടിക്കൊടുക്കാൻ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ടോ? പകരം തങ്ങളുടെ ഇംഗിതത്തിന് ഒത്തു നിൽക്കുന്നത് ഇതിവിടെ മാത്രമല്ല, എവിടെയൊക്കെ ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ടോ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായി പോലീസ് സേനയെയും ഇടിമുറികളെയും അവർ മാറ്റും. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സംഘടിതമായി പോലീസ് സ്റ്റേഷനിൽ കഴിച്ചൊന്നുപോയി പ്രതികളെ അവർ മോചിപ്പിക്കും. അവരുടെ ഇംഗിതത്തിന് രാഷ്ട്രീയ എതിരാളികളെതിരെ ആക്രമിച്ചും അല്ലാതെയും കുറ്റപ്പെടുത്തുന്ന ആളുകളെ അപ്രധാനമായ തസ്തികകളിലേക്ക് മാറ്റും. ഇത് കേവലം രാഷ്ട്രീയ എതിർപ്പ് മാത്രമല്ല. ഒരുപക്ഷെ പ്രതിപക്ഷം വിചരിക്കുന്നവരൊക്കെ രാഷ്ട്രീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും പോലീസ് സേനയെയും രാഷ്ട്രീയ നേതൃത്വത്തെയും എതിർക്കാറുണ്ടാകും. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്ന ഇതാണോ? കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പം തന്നെ പറഞ്ഞു, ഓരോ വർഷം തോറും കേരളത്തിലെ ക്രൈം റേറ്റ്, ഓരോ വർഷം തോറും കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾ, ഓരോ വർഷം തോറും കേരളത്തിലെ ലോക്കപ്പ് കൊലപാതകങ്ങൾ കുറയുകയല്ല ഡോക്ടറെ, കൂടുകയാണ്. നിങ്ങളുടെ മാനവികതയെക്കുറിച്ച് പറയുന്നവർ, ഞാൻ ചില കണക്കുകൾ പറഞ്ഞു, ദുരുപയോഗം ചെയ്യുക, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവനെ വരുതിക്കുന്നത്. എന്തിനേറെ സിന്ദൂർ മാത്രമാണോ? പത്രമാധ്യമ പ്രവർത്തകന്മാരെ കേസ് അന്വേഷിക്കുന്നവരെ പ്രതികളാക്കുന്നില്ലേ? റിപ്പോർട്ട് എടുക്കുന്നവരെ പ്രതികളാക്കുന്നില്ലേ? ശരി, ഇന്നലെയല്ലേ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, അതിനോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. ആരാണ് സാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയത്? മാധ്യമ പ്രവർത്തകന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ഈ രാജ്യത്തെ മനുഷ്യാവകാശത്തിന് അർഹരായ ഇത്തരം ആളുകളെ മുഴുവൻ രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം വേട്ടയാടുന്നതിന്റെ ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് വർദ്ധിച്ചുവോ? ശരി, വർദ്ധിച്ചു എന്നുള്ളതാണ് BJPയുടെയും ആരോപണം. അതിന് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടോ? ശരി ശരി, ഓക്കെ. ശ്രീ PA പൗരൻ, ഇതിപ്പോ രാഷ്ട്രീയ ആരോപണം എന്നുള്ളതിനപ്പുറത്ത് ഒരു പൗരന്, ഒരു സിറ്റിസന് എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ലഭ്യമാവുക എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പോലീസുകാരെല്ലാം മോശക്കാരാണെന്നോ പോലീസ് സംവിധാനം ആകപ്പാടെ ഒരു മർദ്ദക സംവിധാനമാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത്തരം അമിതാധികാര പ്രവണതകൾ, കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു സിറ്റിസനെ സംബന്ധിച്ച് അയാളുടെ അടിസ്ഥാന പൗരാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെ ഓരോ തവണ ഉണ്ടാകുമ്പോഴും ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള പണിഷ്മെന്റ്, ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടായാൽ കുറച്ചൊക്കെ മാറ്റം വരുമായിരിക്കും. ഉണ്ടാകുന്നില്ല,
സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അഭിലാഷേ, ഭരണകൂടത്തിൻ്റെ ഒരു ടൂളാണ് പോലീസ് എന്ന് പറയുന്നത്, ക്രമസമാധാന പാലനം. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ പൊതുവേ ഉണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ടൂളായിട്ടുള്ള പോലീസ് ഈ രൂപത്തിലുള്ള പീഡനങ്ങൾ നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വിഡ് പ്രോ കോ, ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു പോളിസി ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ ടൂളായിട്ടുള്ള പോലീസും തമ്മിലുണ്ട്. അതുകൊണ്ട് പോലീസ് ചെയ്യുന്ന ഏത് ഹീനപ്രവൃത്തികൾക്കും സംരക്ഷണം കൊടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഭരണകൂടവും സ്വീകരിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള ജനാധിപത്യത്തിന്, ഇൻക്ലൂസീവ് ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. ഇൻക്ലൂസീവ് ജനാധിപത്യം എന്ന് പറയുന്ന ഈ സുജിത്തിനും അതേപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന, ഞാൻ പറയുന്ന പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പറഞ്ഞ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ വിനായകൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഫ്രീക്വൻ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആ ഫ്രീക്വനെ കളവ് കേസിൽ പ്രതിയാക്കി കൊണ്ടുവന്നു, അടിച്ച് ശരിയാക്കിയതിന് ശേഷം അവൻ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്ര വലിയ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു പോലീസ് സംവിധാനമുള്ള കേരള സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന, അവകാശപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് ഉള്ള ഒരു സംസ്ഥാനത്ത് കേന്ദ്ര SC/ST കമ്മീഷൻ, നാഷണൽ SC/ST കമ്മീഷൻ ഇടപെടുകയും 50 ലക്ഷം രൂപ വിനായകൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ ഓർഡർ പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ 5000 രൂപ, 5 ലക്ഷം രൂപ വിനായകൻ്റെ വീട്ടിനുകാർക്ക് സംഭാവനയായിട്ട് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതായിട്ട് കൊടുത്തിരിക്കുന്നു, സഹായമായിട്ട് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 5000 ഉറുപ്പ്യ വീതം മാസം കൊടുക്കുവാനായിട്ട് ദേശീയ കമ്മീഷൻ, SC/ST കമ്മീഷൻ ഉത്തരവ് പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഭരണകൂടം, പോലീസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 172 പോലീസുകാർ അല്ലെങ്കിൽ IPSകാരുണ്ട്, 58,000 പോലീസുകാരുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് നോക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അഭിലാഷ ഒരു കാര്യം. ശരി, ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, മാസം മാസം കൃത്യം ശമ്പളം കിട്ടുന്നുണ്ട്. ബോണസായിട്ട് ഇവർക്ക് കിട്ടുന്നത് ഈ സ്റ്റേഷനിൽ വരുന്ന അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന പൗരന്മാരെ തെറി വിളിക്കുവാനും അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുവാനും അവരെ ഹീനമായിട്ട് മർദ്ദിക്കുവാനും അവരെ കൊല ചെയ്യുവാനുമുള്ള അവകാശമാണ് ഈ കേരളത്തിലെ 58,000-ഓളം വരുന്ന പോലീസുകാർക്ക് വർഷാവർഷം ബോണസായിട്ട് ഭരണകൂടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോണസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ടോമിൻ ജെ തച്ചങ്കരി, നേരത്തെ പറഞ്ഞ AV ജോർജ് വരാപ്പുഴ കേസിലെ പ്രതിയാകേണ്ട അയാൾക്ക് IPS കൊടുത്ത് അയാളെ SP ആയിട്ട്, കമ്മീഷണറായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അതേപോലെ ഇപ്പോഴത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടറായിരിക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, സോജൻ, ഈ കുന്നംകുളം സ്റ്റേഷനിൽ ആദ്യമായിട്ട് ചാർജ് എടുത്തത് സോജൻ എന്ന് പറയുന്ന ഒരു SI ആയിരുന്നു. അയാൾ ഇതേപോലെ തന്നെ ഒരുത്തനെ അടിച്ച് കൊന്നൊരു സംഭവമുണ്ട്. സൈക്കിളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദരിദ്രനെ അല്ലെങ്കിൽ പാവപ്പെട്ടനെ അടിച്ചു കൊന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അപ്പം ഇതേപോലെയുള്ള ആൾക്കാർ, അയാൾ തന്നെ വാളയാർ കേസിനകത്ത് 9 വയസ്സും 12 വയസ്സുമുള്ള 2 പെൺകുട്ടികളെ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചപ്പോൾ അവർ സന്തോഷിച്ചിരുന്നു, അവർ ചിരിച്ചിരുന്നു, അവർക്ക് അത് ആസ്വദിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് എഴുതി അതിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഈ രൂപത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നെതർലാൻഡ്സിൽ 27,000 പോലീസുകാരെ പിരിച്ചുവിട്ടു. അവിടെയുള്ള ജയിലുകൾ മുഴുവൻ അടച്ചുപൂട്ടി. എന്താ കാരണം? അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഭരണകൂടം നീതിയെ, അതോടൊപ്പം തന്നെ സാമൂഹ്യ നീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, ജനങ്ങളുടെ പൗരാവകാശത്തെയും ജനാധിപത്യ അവകാശത്തെയും മനുഷ്യാവകാശത്തെയും സംരക്ഷിക്കുന്ന രൂപത്തിൽ ഭരണകൂടം ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അവിടെ ക്രൈംസ് ഇല്ലാതെയായി. ശരി, നമുക്ക് ക്രൈംസ് ഇല്ലാതാവണമെങ്കിൽ അതിനൊരു വലിയ ദീർഘമായ പ്രക്രിയ ആവശ്യമുണ്ട്. എനിക്കൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരാം. ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ പ്രേംകുമാർ, മുമ്പ്, അതായത് ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ ACP സേതു KC അന്വേഷിച്ച് അന്ന് ചില ഫൈൻഡിങ്സ് നടത്തി മുകളിലേക്ക് കൊടുത്തതാണ്.
ഞാൻ അത് വായിക്കാം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI നൂമാനും CPOമാരായ സജീവും സന്ദീപും ഉപദ്രവിക്കുന്നതായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറകളിലെ CCTV ഫുട്ടേജ് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളതാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് പരാതിക്കാരനെ കൊണ്ടുപോയി കുറ്റാരോപിതർ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും ചൂരല കൊണ്ട് SPCO ശശിധരൻ അടിച്ചുവെന്നും പറയുന്നു. CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ പരാതിക്കാരനെ റൂമിൽ വെച്ച് കുറ്റാരോപിതർ അടിച്ചതിന് ശേഷം റൂമിൽ നിന്ന് പരാതിക്കാരനെ SCPO ശശിധരൻ കൊണ്ടുപോകുന്നതും കൂടെ SI ന്യൂമാനും ഡ്രൈവർ സുഹൈറും പോകുന്നതും സന്ദീപ് ചൂരലെടുത്ത് പുറകെ പോകുന്നതും കാണുന്നുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുകളിൽ CCTV ക്യാമറ ഇല്ലാത്തതിനാൽ പരാതിക്കാരനെ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ വെച്ച് ഉപദ്രവിക്കുന്നതിന് CCTV ഫുട്ടേജ് ലഭിച്ചിട്ടില്ലാത്തതാണ്. പരാതിക്കാരൻ പറയുന്നത് പോലെ എതിർകക്ഷികൾ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ കൊണ്ടുപോയി പരാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചൂരല കൊണ്ട് അടിക്കുകയും ചെയ്തതായി പറഞ്ഞിട്ടുള്ളത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് പോലീസ് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് താങ്കൾ പറഞ്ഞ ഈ എന്താ പറയുക മൂന്നാം തലത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇത് മഹാ കുറ്റകൃത്യമായി പോയി ഇപ്പൊ പിരിച്ചുവിട്ട് കളയും എന്ന് പോലീസിന് ബോധോദയം ഇപ്പൊ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അല്ല, ഇപ്പൊ പിരിച്ചുവിട്ട് കളി എന്നുള്ള ബോധോദയം ഉണ്ടായിട്ടില്ല. നിയമവിധേയമായിട്ട് കാര്യം പരിശോധിക്കുന്നത്. ഇനി ഈ പോലീസിന്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് എന്താ അല്ല അന്ന് ഇതാ ഈ കാര്യങ്ങൾ നമുക്കിപ്പോ ബോധ്യമുള്ള കാര്യങ്ങൾ അന്നേ പോലീസിന് ബോധ്യമുണ്ടല്ലോ. പോലീസിൽ നിന്ന് അതെ, അന്ന് ഞാൻ പറഞ്ഞത് പോലീസിന് അന്നേ ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ അവർ മൂന്നാം ലെയറിലുള്ള പണിഷ്മെന്റേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഇന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പബ്ലിക് ഒപ്പീനിയനും പറയുന്നത് ഡിസ്മിസലിലേക്ക് പോകണം എന്നുള്ളതാണ്. ഞാനും അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പോലീസ് ഫോഴ്സിൽ നിലനിൽക്കുന്ന കുറെ ലിമിറ്റേഷൻസ് അതിനകത്തുണ്ട്. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവേണ്ടതില്ല. എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെയല്ല പോലീസുകാർ പ്രതികരിക്കേണ്ടത്. ഇനി പോലീസ് യൂണിഫോം ഇട്ടിട്ട് ഇത്തരം തോന്നിവാസം ചെയ്യുന്ന ആളുകളെക്കാൾ കേരളത്തിലെ വലിയ ദുരന്തം PA പൗരനെ പോലെയുള്ള നിഷ്പക്ഷരാണെന്നും എല്ലാത്തിനും മറുപടി പറയുന്ന ആളുകളാണെന്നും ഉള്ള ആളുകൾ പറയുന്ന വമിപ്പിക്കുന്ന കളവുകളാണെന്ന് ഞാൻ പറയും. കേരളത്തിലെ മുഴുവൻ പോലീസുകാരും ആളുകളെ പീഡിപ്പിക്കാനും കൊല്ലാനും വേണ്ടിയിട്ടാണ് ശമ്പളം വാങ്ങുന്നതെന്നൊക്കെ പറയുന്നത് കേരളത്തിൽ ജീവിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സാണ് കേരളത്തിലത്. ഏറ്റവും ഗംഭീരമായി തന്നെ കുറ്റാന്വേഷണങ്ങൾ നടത്തുന്ന ഏജൻസിയാണ്. അത് ഇലന്തൂർ കേസായിരുന്നാലും നമ്മുടെ എന്താ പറയുക ഓൺലൈൻ തട്ടിപ്പായിരുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നോക്കൂ, നിലമ്പൂരിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് ഇപ്പോഴും അവിടെ തന്നെ നിലനിർത്തുന്ന ആളാണ് ഈ മാന്യൻ PA പൗരൻ. നിലമ്പൂരിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, CPM-ഉം BJPയും തമ്മിൽ സഖ്യമാണെന്ന് ഒരു മടിയുമില്ലാതെ പച്ചക്കള്ള എഴുതി വെക്കുന്ന ആളാണ്. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കാനാണെന്ന് പറയുന്നത്. ഇനി അഭിലാഷ് ചോദിച്ചതിന്റെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ 2023 തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ സുജിത്ത് ഇതേ കാര്യം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മുഴുവൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അവരും വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ അന്നും അറിയുമായിരുന്നു. അന്നേ അറിയുമായിരുന്ന കാര്യമാണ്. അന്നേ അറിയുമായിരുന്ന കാര്യമാണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് അന്നും ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിലേക്ക് അന്നും വന്നിരുന്നില്ല. ഇന്നാണ് വന്നതിന് ശേഷം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്നാലും സർക്കാരായിരുന്നാലും ഇതില് കൃത്യമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴും കർശനമായ നിലപാടെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 3 പേർ കാണിക്കുന്ന തോന്നിവാസത്തെ പൊളിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതല്ല. പൊളിറ്റിസൈസ് ചെയ്യണം. പൊളിറ്റിക്കലായിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ജിൻഡോ ജോൺ ആ CCTV വിഷ്വൽസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് ഇൻഫർമേഷൻ കമ്മീഷണർ ഉത്തരവ് പ്രകാരം പുറത്തേക്ക് വന്നത്. അല്ലാതെ എവിടെയെങ്കിലുള്ള CCTV ദൃശ്യങ്ങൾ കാണാനില്ല, കറണ്ട് ഇല്ലായിരുന്നു എന്ന് പറയല്ല പോലീസ് ചെയ്തത്. അത് ഹാജരാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നത്. അത്രയാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. പെട്ടെന്ന് ഒറ്റ വരി ശ്രീ പൗരൻ ഒരു വരി. അഭിലാഷ് 2025 അഭിലാഷ് എനിക്കൊരു കാര്യം 134 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ 134 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാർ ഉൾപ്പെടെ ഉള്ളവരെ കറപ്ഷന്റെ പേരിൽ പിടികൂടിയിരുന്നു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 134 പേരെയും അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. 1458 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനോടൊപ്പം തന്നെ അസോസിയേറ്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുമ്പോൾ തന്നെ സാമൂഹ്യ പെൻഷൻ തരപ്പെടുത്തിയ കേരളമാണ് ഇവിടെ ഇരിക്കുന്നത്. പബ്ലിഷ് ചെയ്യാൻ
ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് BJPയും CPM തമ്മിൽ അഭിലാഷേ, ഈ 2025 ഫെബ്രുവരി 23-ാം തീയതി തിരുവനന്തപുരത്തെ കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. അവിടെ ഫർണാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ പോലീസ് ഡ്രൈവറായിട്ടുള്ള സുജിത്ത് മദ്യലഹരിയിൽ അടിച്ച് മുഖം അടിച്ചു പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. 40 ദിവസക്കാലം കേസിൽ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള സുജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് എടുത്ത്. സസ്പെൻഷൻ പോലും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. വണ്ടിപ്പെരിയാറിലും വാളയാറിലും കാര്യമൊന്നും ഞാൻ ഇവിടെ പറയണ്ടല്ലോ. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രേംകുമാറെ, ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം കണ്ടിട്ട് CPM ഒരു പ്രതിഷേധമില്ലേ? DYFIക്കും SFIക്കും CPM ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഒന്നും ഒരു സമയമില്ല. എനിക്ക് അങ്ങേക്ക് തരാൻ സമയമില്ല. വളരെ നന്ദി. എന്റെ സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്രിമിനലുകൾ കാക്കിയിട്ട് വീണ്ടും ഫോഴ്സിൽ വരാതിരിക്കട്ടെ. ആ കാക്കി ഊരി വാങ്ങാനുള്ള ആർജവം സർക്കാർ കാണിക്കട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.